നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഓഗസ്റ്റ് 25 തിങ്കൾ 2025. വാർത്തകളിലേക്ക്. കുറഞ്ഞ വിലയിൽ ആവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാൻ നാളെ മുതൽ സെപ്റ്റംബർ 4 വരെ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തകൾ ഒരുങ്ങുന്നു. ജയ, കുറുവാരി, കുത്തരി, പഞ്ചസാര, കടല, ചെറുപയർ, ഉഴുന്ന്, വൻപയർ, തുവര, പരിപ്പ്, മുളക്, മല്ലി, വെളിച്ചെണ്ണ തുടങ്ങിയ 13 ഇന നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോട് സ്വന്തമാക്കാം. ഇതിൽ 1 ലിറ്റർ വെളിച്ചെണ്ണ 349 രൂപയ്ക്കും ജയ, കുറുവ, കുത്തരി എന്നിവയ്ക്ക് 8 കിലോയ്ക്ക് 264 രൂപയ്ക്കും ലഭിക്കും. സഹകരണ സംഘങ്ങൾ കർഷകരിൽ നിന്ന് നേരിട്ട് കൊപ്ര ശേഖരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണയാണ് ഓണച്ചന്തയിൽ എത്തിക്കുക. മറ്റ് നോൺ സബ്സിഡി സാധനങ്ങൾക്ക് 10 മുതൽ 40% വരെ വിലക്കുറവ് ഉണ്ടാകും. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടികൾ കോൺഗ്രസ് ഇന്ന് തീരുമാനമെടുക്കും. MLA സ്ഥാനത്തു നിന്നുള്ള രാജിക്ക് പകരം സസ്പെൻഷനാണ് ഇപ്പോൾ സജീവമായി പരിഗണിക്കുന്നത്. MLA സ്ഥാനത്തു നിന്ന് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും പാലക്കാട് അടിക്കടി ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ തിരിച്ചടിയാകും എന്ന വിലയിരുത്തലാണ് പാർട്ടിക്ക്. ഇതോടെ രാഹുലിനെ സസ്പെൻഡ് ചെയ്ത വിവാദങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെ വെക്കാനാണ് നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ പാലക്കാട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നിയമോപദേശം തേടി കോൺഗ്രസ്. ഒരു ജനപ്രതിനിധി രാജിവെച്ചാൽ 6 മാസത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് രാജ്യത്തെ നിലവിലുള്ള വ്യവസ്ഥ. രാഹുൽ മാങ്കൂട്ടൽ MLA സ്ഥാനം ഇപ്പോൾ രാജിവെച്ചാൽ നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ 9 മാസം മാത്രമേ ബാക്കിയുള്ളൂവെന്നും ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് നിയമപരമായി സാധ്യതയില്ല എന്നും സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. തനിക്ക് വിശദീകരിക്കാനുണ്ടെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനുള്ളത് കേൾക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം. രാഹുലിനെ കൂടി കേട്ട ശേഷമാകും രാജിയിൽ അന്തിമ തീരുമാനം സ്വീകരിക്കുക. അതേസമയം വിഷയം വളരെ ഗൗരവതരമാണെന്നും തീരുമാനം വൈകില്ലെന്നും AC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ രാഹുൽ രാജിവെക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിയെ എതിർക്കുന്ന ഒരു വിഭാഗവും കോൺഗ്രസിലുള്ളുണ്ട്. രാജിവെക്കുകയാണെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായി വരുമോ എന്നതാണ് ആശങ്ക. രാജി ആവശ്യം ഉയരുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അടിസ്ഥാനപരമായി ഒരു പാർട്ടി പ്രവർത്തനാണെന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക് താൻ കാരണം തലകുനിക്കേണ്ടി വരില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. തനിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയ അവന്തിക എന്ന ട്രാൻസ് വുമണുമായി ഒരു മാധ്യമപ്രവർത്തകൻ നടത്തിയ സംഭാഷണവും രാഹുൽ പുറത്തുവിട്ടു. രാഹുലിനെതിരെ ആരോപണം ഉണ്ടോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് രാഹുലിനെതിരെ ഒരു ആരോപണം ഇല്ലെന്നാണ് അവന്തികയുടെ മറുപടിയായി പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണമോ വേണ്ടയോ എന്ന് കൂട്ടായി ആലോചിച്ച് എടുക്കേണ്ട തീരുമാനമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. രാഷ്ട്രീയകാര്യ സമിതി യോഗം കൂടി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാഹുലിന്റെ രാജ്യസാധ്യത തള്ളാതെയുള്ള പ്രതികരണമായിരുന്നു KPC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ. മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും അഭ്യൂഹങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും ആലോചിച്ച് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് കൃത്യമായ സമയത്ത് കൃത്യമായ നിലപാട് എടുത്തുവെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ JB മേത്തർ MP. ഔദ്യോഗികമായി ഒരു പരാതി പോലും ലഭിക്കുന്നതിന് മുമ്പ് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഇത് കോൺഗ്രസ് സ്ത്രീപക്ഷത്തെന്ന് തെളിയിക്കുന്ന നടപടിയായിരുന്നുവെന്നും JB മേത്തർ MP പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നിലപാട് വൈകില്ലെന്ന് K മുരളീധരൻ. രാഹുലിനെതിരെ പരാതി ഇല്ലായിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. തുടർ നടപടി വേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചാണ്. ഇതിനുശേഷം വന്ന ശബ്ദരേഖകൾ സ്ഥിതി കൂടുതൽ ഗൗരവം ഉള്ളതാക്കിയെന്നും ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കണമെന്നും കുറ്റാരോപിതരെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് തന്നെ ഉയർന്നു വന്നത് സ്വാഗതാർഹമെന്ന് മന്ത്രി P രാജീവ്. രാഹുലിന്റെ രാജി കേരളത്തിന്റെ പൊതുവികാരം ആയെന്നും സംരക്ഷണയിൽ വളർത്തിക്കൊണ്ടുവരുന്നവർക്കും ഉത്തരവാദിത്വമുണ്ടെന്നും ഏതെങ്കിലും ഒരു താൽക്കാലിക വേദന സംഹാരിക്കൊണ്ട് തീർക്കാവുന്ന കാര്യമല്ല ഇതെന്നും മന്ത്രി P രാജീവ് പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിമിഷം മുമ്പ് രാജിവെച്ചാൽ അത്രയും നല്ലതാണെന്നും ഇത് ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും ഉമാ തോമസ് MLA. ഇത്രയും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും രാഹുൽ ഇതുവരെ ഒരു മാനനഷ്ട കേസ് പോലും നൽകിയിട്ടില്ലെന്നും അതിനർത്ഥം ആരോപണങ്ങളെല്ലാം ശരിയാണെന്നും ഇതൊക്കെ ചെയ്ത് എന്നുമല്ലേ എന്നും ഉമാ തോമസ് പ്രതികരിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി KC വേണുഗോപാലിന്റെ ഭാര്യ ആശയമെത്തി. സ്ത്രീകൾ ഭയന്നാണ് രാഹുലിനെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുന്നതെന്നും സ്ത്രീകളെ സ്നേഹം നടിച്ച് വരയിൽ വീഴ്ത്തുമെന്ന വാർത്തകളാണ് വരുന്നതെന്നും അവർ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗിക ആരോപണങ്ങൾ ദേശീയ തലത്തിൽ ചർച്ചയാകാൻ BJP. മറ്റൊരു കോൺഗ്രസ് നേതാവിനെതിരെ കൂടി ലൈംഗികാരോപണം ഉയർന്നിരിക്കുന്നുവെന്ന് BJPയുടെ ഒഫീഷ്യൽ എക്സ് പേജിൽ കുറിച്ചു. രാഹുൽ ഗാന്ധിക്കൊപ്പമുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ ചിത്രം പങ്കുവച്ചാണ് BJPയുടെ പ്രചരണം. രാഹുൽ ആൻഡ് രാഹുൽ എന്ന തലക്കെട്ടും ചിത്രത്തിന് നൽകിയിട്ടുണ്ട്. രാഹുൽ രാജിവെക്കണമെന്നും വ്യക്തികളുണ്ടാക്കുന്ന വിഴുപ്പലക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ലെന്നും ജോസഫ് വാഴക്കൻ. മാധ്യമങ്ങൾ വരുന്ന വാർത്തകൾ തെറ്റാണെങ്കിൽ രാഹുൽ അത് സമൂഹത്തിന് മുന്നിൽ തെളിയിക്കണമെന്നും അല്ലെങ്കിൽ പാർട്ടിയെ എങ്കിലും ബോധ്യപ്പെടുത്തണമെന്നും അത് ബോധ്യപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഇത് ഏറ്റെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്കും യൂത്ത് കോൺഗ്രസിനും ഉത്തരവാദിത്തമില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
പാർട്ടിയിലെ ഏതെങ്കിലും ചെറുപ്പക്കാർ വരുമ്പോൾ അവരെ ഗർഭക്കേസിലും പെണ്ണുകേസിലും പെടുത്തി നശിപ്പിക്കുന്ന പറയുന്ന അശ്ലീല തമാശ കൊണ്ട് നിങ്ങൾ നേരിടാൻ പറ്റുന്നതിനേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് താര ഡോജോ അലക്സ് ജനപ്രതിനിധി നിലയിൽ രാഹുൽ കരുതൽ പാലിക്കണമെന്നായിരുന്നുവെന്നും പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പനും വ്യക്തമാക്കി. കേരളത്തിൽ കോൺഗ്രസിനുണ്ടായ ക്യാൻസറാണ് രാഹുൽ മാങ്കൂട്ടത്തെന്ന് PV അൻവർ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരാൻ അർഹലെന്ന് PK ശ്രീമതിയും പറഞ്ഞു. KPCCയും ഷാഫിയും ഇടപെട്ട രാഹുലിനെ കൊണ്ട് രാജിവെപ്പിക്കണമെന്നും PK ശശിയെ CPM വെറുതെ വിട്ടില്ല എന്നും അവർ ചോദിച്ചു. ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് പാർട്ടിയിൽ പോലും അതിശക്തമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധിച്ച് നിൽക്കുന്നതിൽ പ്രതികരിച്ച് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി രംഗത്ത്. ഒറ്റവരെയുള്ള ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഷാഫി പറമ്പിലിനെതിരെ കൂടിയാണ് ശിവൻകുട്ടിയുടെ പ്രഹരം. പറമ്പിലാണ് മാങ്കൂട്ടം വളരുന്നത് എന്നാണ് ശിവൻകുട്ടി ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്. വടകര MP ഷാഫി പറമ്പിലിന്റെ പരിപാടിയിൽ പ്രകോപനവുമായി CPM എത്തിയാൽ അതിശക്തമായ പ്രതിരോധം കോൺഗ്രസ് തീർക്കുമെന്ന് കോഴിക്കോട് DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് കലാപം ഉണ്ടാക്കാനാണ് CPM ശ്രമമെന്നും ആരോപണമെതിരായ CPM നേതാക്കളുടെ സുഹൃത്തുക്കളെ ആക്രമിക്കാൻ കോൺഗ്രസ് പോയിട്ടില്ലെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മാത്രം ബാക്കി നിൽക്കെ CPM സർക്കാർ അയ്യപ്പ സംഗമം ആഘോഷിക്കുന്ന ഒരു നാടകവും ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമാണെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് MR അജിത് കുമാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. കോടതി ഉത്തരവ് വസ്തുതകൾ ശരിയായി വിലയിരുത്താതെയാണെന്നാണ് വാദം. സ്വയം അന്വേഷണം നടത്താനുള്ള കാരണങ്ങൾ വസ്തുതപരമല്ലെന്നും കീഴുദ്യോഗസ്ഥനെ അന്വേഷണത്തിന് നിയോഗിച്ചുവെന്ന വാദം നിലനിൽക്കില്ലെന്നുമാണ് അജിത് കുമാറിന്റെ വാദം. സപ്ലൈകോ ഓണം ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ട EK നായനാർ പാർക്കിൽ നിർവഹിക്കും. ഓണത്തിനായി സപ്ലൈകോ 2.5 ലക്ഷത്തോളം കിൻഡൽ ഭക്ഷ്യസാധനങ്ങൾ സംഭരിപ്പിച്ചിട്ടുമുണ്ട്. മുതിർന്ന IPS ഉദ്യോഗസ്ഥനെതിരെ DIG അജിത ബീഗത്തിന് പരാതിയുമായി വനിതാ SIമാർ മോശം പരാമർശാണിക സന്ദേശങ്ങൾ അയച്ചുവെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത്. തലസ്ഥാനത്തുള്ള ഒരു IPS ഉദ്യോഗസ്ഥനെതിരെയാണ് പരാതി. തെക്കൻ ജില്ലാ പോലീസ് മേധാവിയായിരുന്നപ്പോൾ ഉദ്യോഗസ്ഥൻ സന്ദേശം അയച്ചുവെന്നാണ് പരാതി. വാട്സാപ്പിലൂടെ ദുരിതപരദേശമായ സന്ദേശങ്ങൾ അയച്ചുവെന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആരോപണങ്ങൾ തള്ളി ആരോപണ ഉദ്യോഗസ്ഥൻ പത്തനംതിട്ട മുൻ SP ആയിരുന്ന VG വിനോദ് കുമാറിനെതിരെയാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയിരിക്കുന്നത്. വിഷയത്തിൽ അന്വേഷണം നടത്തി തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗം സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൈമാറി. CPMലെ കത്ത് ചോർച്ച വിവാദത്തിൽ പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദിന്റെ നിയമ നടപടിയുമായി മുൻ ധനമന്ത്രി തോമസ് ഐസക്. കേരളത്തിൽ ഒരാൾ കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു. വയനാട്ട് ഒരു തവണ സ്വദേശിയായ 30-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ചെന്നൈയിൽ ജോലി ചെയ്യുന്ന യുവാവ് നീന്തൽക്കുളത്തിൽ കുളിച്ചിരുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിപ്പിടിച്ച് ഇന്ത്യ സഖ്യത്തിന് ഉപരാഷ്ട്ര സ്ഥാനാർത്ഥി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി ഉപരാഷ്ട്രപതിയും രാഷ്ട്രീയ പദവിയല്ലെന്നും നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ഭരണഘടനാ പദവിയാണെന്നും അതുകൊണ്ട് താൻ മത്സരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ ഇന്ത്യക്ക് ലഭിച്ചത് 60,000 കോടിയിലധികം രൂപയെന്ന് കണക്കുകൾ. ടോട്ടൽ ഫോർ യു തട്ടിപ്പ് കേസിൽ നടി റോമയെ കോടതി വിസ്തരിച്ച് ഇന്നലെ തിരുവനന്തപുരം ACJM കോടതിയിലാണ് നടിയെ വിസ്തരിച്ചത്. ശബരിനാഥിന്റെ മ്യൂസിക് ആൽബത്തിൽ റോമ അഭിനയിച്ച് ജനങ്ങളിൽ നിന്ന് പറ്റിച്ച പണമെടുത്താണ് ശബരിനാഥ് മ്യൂസിക് ആൽബം നിർമ്മിച്ചത്. അഭിനയിച്ചതിനപ്പുറത്തേക്ക് ഈ കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് നടി കോടതിയിൽ മൊഴി നൽകി. കഴിഞ്ഞ ദിവസം 30 പവനും 4 ലക്ഷം രൂപയും നഷ്ടമായ വീട്ടിലെ മരുമകളെ കർണാടക സാലിഗ്രാമി ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ള കേരളത്തിൽ നാളെ മുതൽ മഴ കൂടുതൽ ശക്തമാകും. നാളെ ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ബുധനാഴ്ച എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.